നമസ്കാരം. നിയമസഭയിൽ ആദ്യ ദിനം തന്നെ പിണറായി വിജയൻ ഗോൾ അടിച്ചിരിക്കുന്നു. സതീശന്റെ കുബുദ്ധി തോറ്റിരിക്കുന്നു. പ്രോട്ടൈം സ്പീക്കർ ജി സുധാകരന്റെ മുമ്പിൽ പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്യാൻ എത്തില്ല എന്ന ഒരു പ്രതീതിയായിരുന്നല്ലോ നമ്മുടെ മാധ്യമങ്ങളൊക്കെ സൃഷ്ടിച്ചിരുന്നത്. പിണറായി വിജയൻ ഇന്നേ ദിവസം അവിടെ വരില്ല, ജി സുധാകരന്റെ മുമ്പിൽ സത്യപ്രതിജ്ഞ ചെയ്യില്ല, ഇനി ചെയ്താൽ തന്നെ ജി സുധാകരനെ മൈൻഡ് ചെയ്യില്ല എന്നൊക്കെയാണ് പല മാധ്യമങ്ങളും പറഞ്ഞു പരുത്തിയത്. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ സതീശനും സംഘവും കരുതിയിരുന്നത്. ജി സുധാകരന്റെ മുമ്പിൽ നിന്ന് പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം ചിരിച്ചുകൊണ്ട് ജി സുധാകരന്റെ അടുത്തേക്ക് ചെല്ലുന്നു. പക്ഷേ ജി സുധാകരന്റെ അടുത്തേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ജി സുധാകരൻ നടന്നു വന്ന് ഹസ്തദാനം കൊടുക്കുന്നു. പിണറായി വിജയൻ ജി സുധാകരന്റെ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ തട്ടുന്നുണ്ട്. അത് കണ്ടതും സതീശന്റെ ചങ്കാണ് പൊട്ടിയത്. സതീശൻ ഒട്ടും കരുതിയില്ല ജി സുധാകരൻ ഇത്തരത്തിൽ പിണറായി വിജയനെ കാണുമ്പോൾ കൈ കൊടുത്ത് ഈ രീതിയിലൊക്കെ പെരുമാറുമെന്നും തിരിച്ച് പിണറായി വിജയനും ഈ രീതിയിൽ പെരുമാറുമെന്ന് ഒട്ടും കരുതിയില്ല. കാരണം മറ്റുള്ള ആളുകളൊക്കെ സത്യപ്രതിജ്ഞ ചെയ്ത് അവിടെ ചെന്ന് ജി സുധാകരന്റെ അടുത്ത് ചെന്നിട്ട് ഇങ്ങനെ കണ്ടുപോവുകയായിരുന്നു. പക്ഷേ ഇവിടെ പ്രതിപക്ഷ നേതാവിനെ കണ്ടപ്പോൾ, പിണറായി വിജയനെ കണ്ടപ്പോൾ അദ്ദേഹം അടുത്ത് ചെല്ലുന്നു, സന്തോഷം പ്രകടിപ്പിക്കുന്നു, ഇരുവരും എന്തോ സംസാരിക്കുന്നുണ്ട്. അത് നമുക്ക് കേൾക്കാൻ കഴിയുന്നില്ല, പക്ഷെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷമായിരുന്നു. പക്ഷെ അത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു ഇരുട്ടടിയായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാവരും ഇപ്പൊ എന്തോ പൊട്ടുമെന്ന് കാത്തിരുന്നപ്പോൾ പക്ഷെ വളരെ ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു നിമിഷമാണ് പിണറായി വിജയനും ജി സുധാകരനും സമ്മാനിച്ചത് എന്നുള്ളതാണ്. ജി സുധാകരൻ പാർട്ടിക്കെതിരെയും പാർട്ടി നേതാക്കൾക്കെതിരെയും ഒക്കെ നിരവധി പല രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ നടത്തി നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഈ ജി സുധാകരൻ എങ്ങനെയാണ് പാർട്ടിക്ക് എതിരായി അല്ലെങ്കിൽ ഒരു പാർട്ടി വിരുദ്ധനെ പോലെ പെരുമാറി തുടങ്ങിയതെന്ന് ചോദിച്ചാൽ അതിന് ഏറ്റവും വലിയ കാരണക്കാർ മാധ്യമങ്ങളാണ്. നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടില്ലേ, മാധ്യമങ്ങളോട് ജി സുധാകരന്റെ പെരുമാറ്റം വളരെ മോശമായിട്ടാണ്. എന്തുകൊണ്ടെന്നാൽ ജി സുധാകരൻ ഒരു കാര്യം അറിയാം, ജി സുധാകരൻ പറയുന്നതൊക്കെ വളച്ചൊടിച്ചാണ് മാധ്യമങ്ങൾ കൊടുത്തിരുന്നതെന്നും ജി സുധാകരനെതിരെ CPM-ന്റെ നേതാക്കൾ സംസാരിക്കുന്നു എന്ന മട്ടിൽ വന്ന വാർത്തകളൊക്കെ വളച്ചൊടിച്ച വാർത്തകളായിരുന്നുവെന്നും ജി സുധാകരന് എന്തായാലും നന്നായി തന്നെ മനസ്സിലായി. അത് അദ്ദേഹത്തിന് ഒരുപാട് വൈകിയാണ് മനസ്സിലായതെന്നാണ് എനിക്ക് തോന്നുന്നത്. ആദ്യം തന്നെ ഒരു വളച്ചൊടിച്ച വാർത്ത ജി സുധാകരനെതിരെ വന്നു എന്ന രീതിയിൽ ജി സുധാകരൻ അറിയിക്കുന്നു. പിന്നീട് ജി സുധാകരൻ ആ വിഷയത്തിൽ ഒരു പ്രതികരണം രേഖപ്പെടുത്തുന്നു. നമുക്കറിയാം, നേരെ വാ നേരെ പോ, ഇതാണ് ജി സുധാകരൻ. ജി സുധാകരനെ പെട്ടെന്ന് പ്രകോപിപ്പിക്കാനും ജി സുധാകരനിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് പ്രതികരണം എടുക്കാനും നമുക്ക് വളരെ എളുപ്പമാണ്. അത് മാധ്യമപ്രവർത്തകർക്ക് അറിയുകയും ചെയ്യാം. അതാണല്ലോ കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിൽ ഒരു റിപ്പോർട്ടർ പിണറായി വിജയൻ പ്രോടൈം സ്പീക്കർ ആയിട്ടുള്ള താങ്കളുടെ മുമ്പിൽ വന്ന് സത്യപ്രതിജ്ഞ ചെയ്യുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അതേ മറുപടിയായിട്ട് അദ്ദേഹം പറയുന്നത് പിന്നെ വന്ന് അങ്ങനെ ചെയ്യണമല്ലോ എന്നാണ് ചോദിക്കുന്നത്. അത് മറ്റൊരു രീതിയിൽ കാടിറക്കി ഒരു വന്ന് ചെയ്യട്ടെ എന്ന രീതിയിൽ ഒരു പ്രതീതി ഉണ്ടാക്കുന്ന രീതിയിൽ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. എന്തായാലും സതീശൻ കുഴിച്ച കുഴിയിൽ എന്തായാലും ജി സുധാകരൻ വീണില്ല എന്ന് മാത്രമല്ല, ജി സുധാകരൻ ഇന്ന് കലക്കി. ഇന്ന് കൈയടി നേടിയത് ജി സുധാകരനും അതുപോലെ തന്നെ പിണറായി വിജയനുമാണ്. സഭയുടെ ആദ്യ ദിവസം തന്നെ എന്തായാലും പ്രതിപക്ഷം ഗോളടിച്ചിരിക്കുന്നു. ഭരണപക്ഷം വല്ലാത്ത രീതിയിൽ മൂഞ്ചി കുത്തിയിരിക്കുന്നു എന്ന് പറയാതെ വയ്യ. ഇനി അടുത്ത ദിവസങ്ങളിലൊക്കെ വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഒക്കെ സഭയിൽ ചർച്ചയ്ക്കെടുത്ത് കഴിയുമ്പോൾ അത് നമ്മുടെ VD സതീശന് വലിയ രീതിയിൽ തന്നെ വലിയ പാമ്പായി മാറും. അതിൽ ആദ്യത്തെ കാര്യം ഒരു പക്ഷേ ഈ പാരിയത്തുകാവിലെ കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭവമായിരിക്കും. സതീശന്റെ സർക്കാർ, അതായത് ചെന്നിത്തലയുടെ പോലീസൊക്കെ അഴിഞ്ഞാടിയതും വലിയ രീതിയിൽ തന്നെ മുത്തങ്ങ മോഡൽ ഒരു സംഭവം ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ അവിടെ ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചുമൊക്കെ ഇവിടെ പ്രതിപക്ഷം വലിയ ആയുധമാക്കി ഭരണപക്ഷത്തെ കടന്നാക്രമിക്കും. അതിനു മുമ്പിൽ VD സതീശൻ എന്ന് പറയുന്ന പൂക്കി CM-ന് എന്ത് പറയാൻ കഴിയും, ഈ പൂക്കി എന്ത് പറയും എന്ന് തന്നെയാണ് എല്ലാവരും നോക്കിയിരിക്കുന്നത്. എന്തും പറഞ്ഞ് അതിന് ന്യായീകരിക്കാൻ കഴിയില്ല. കാരണം മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ തന്നെയാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. അതുപോലെ തന്നെ സൗജന്യ യാത്ര വനിതകൾക്ക് അനുവദിക്കും എന്ന് നമ്മുടെ VD സതീശൻ കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. ഇന്നലെ മാധ്യമങ്ങൾ ചോദിക്കുമ്പോഴും അതിന്റെ ഡീറ്റെയിൽ പറയാ എന്ന് പറഞ്ഞ് സ്ഥിരം ഒരു പല്ലവി ഇറക്കുകയാണ്. ഭരണം തുടങ്ങി കുറച്ച് ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. ആകുമ്പോൾ തന്നെ ജനങ്ങളെ മടുപ്പിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് അത് ചോദിക്കും. വിലകയറ്റം വലിയ രീതിയിൽ തന്നെ UDF അധികാരത്തിൽ വന്നപ്പോൾ കുത്തനെ ഉയരുകയാണ്. പാലിന് വില വർദ്ധിച്ചിരിക്കുന്നു, മിൽമയുടെ വില വർദ്ധിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ എല്ലാത്തിന്റെയും വില ഇങ്ങനെ വാണം വിട്ടതുപോലെ കയറുകയാണ്. പെട്രോൾ ഡീസൽ വില വർദ്ധിക്കുന്നു. അങ്ങനെ എല്ലാം മൊത്തത്തിൽ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്തൊരു അവസ്ഥയിലേക്ക് മാറുകയാണ്. 4-ാം ദിവസം എത്തുമ്പോൾ തന്നെ ആ രീതിയിലേക്ക് മാറുന്നു. അതുകൊണ്ട് ഇതൊക്കെ പ്രതിപക്ഷം എന്തായാലും ഒരു വലിയ രീതിയിൽ തന്നെ ആ സഭയിൽ റൈസ് ചെയ്യും. മാത്രമല്ല പല രീതിയിലുള്ള മറ്റുള്ള പ്രഖ്യാപനങ്ങൾ ഇന്ദിരാ ഗ്യാരണ്ടി വഴി കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ആ ഇന്ദിരാ ഗ്യാരണ്ടി വഴി കൊടുത്തിട്ടുള്ള എല്ലാ പ്രഖ്യാപനങ്ങളും എപ്പോൾ നടപ്പിലാക്കും എന്നതിനെ പറ്റിയൊക്കെ പ്രതിപക്ഷം ചോദിക്കുമ്പോൾ ഭരണപക്ഷത്തിന് മുമ്പിൽ നൽകാൻ ഉത്തരം ഉണ്ടാകണം. അത് ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. കാരണം
ഒരു ഉണ്ടയില്ല അവിടെയാണല്ലോ ഇന്ദിരാ ഗ്യാരണ്ടി. എപ്പോൾ മുതൽ എങ്ങനെ എന്ന് ചോദിച്ചാൽ അത് ജപ ജപ എന്ന രീതിയിലൊക്കെ സതീശൻ വെള്ളം കുടിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കാണേണ്ടി വരും. പിന്നെ കേരയിൽ വിഷയമാണ്. ഈ കേരയിൽ മൊത്തത്തിൽ ഞങ്ങൾ അങ്ങ് റദ്ദാക്കി, ഇത് വലിയ പ്രഖ്യാപനമാണെന്നൊക്കെ പറഞ്ഞ ചില മാധ്യമങ്ങൾ കൊട്ടി ആഘോഷിക്കുന്നുണ്ടായിരുന്നു. ഈ സിൽവർ ലൈൻ പദ്ധതി, അതായത് കേരയിൽ എന്ന് പറയുന്ന പദ്ധതി നേരത്തെ തന്നെ റദ്ദ് ചെയ്ത ഒന്നാണ്. കഴിഞ്ഞ ജനുവരിയിൽ LDF സർക്കാർ എന്നുള്ളത് എത്ര പേർക്കറിയാം. ആ സാധനമാണ് ഞങ്ങൾ വീണ്ടും റദ്ദ് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നത്. ഈ പുലിനെ വെടിവെച്ചു വന്ന ശേഷം മറ്റേ വെടിവെച്ച ആള് പോയ ശേഷം വേറെ ഒരാൾ വന്നിട്ട് ദേ ഞാൻ പുലിയെ കൊന്നതെന്നൊക്കെ പറയുന്നത് പോലെ ഒരു രസമാണ്. എന്നിട്ട് ഈ പടവും ദേ ഞാനാണ് കൊന്നതെന്ന് പറഞ്ഞ് കൊടുത്തു എന്ന് പറഞ്ഞ് കുറെ ചിങ്കിടികളെ കൊണ്ട് മാധ്യമങ്ങൾ വാർത്ത കൊടുപ്പിക്കുന്നത് പോലെയാണ് എനിക്ക് ആ സംഭവം കണ്ടപ്പോൾ തോന്നിയത്. എന്തായാലും ഇത്തരം വിഷയങ്ങളൊക്കെ സഭയിൽ വലിയ ചർച്ചയാകും. ആദ്യ സഭയിൽ തന്നെ VD സതീശൻ സർക്കാർ ഇങ്ങനെ ആടി ഉലയുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം അതിനുള്ളതൊക്കെ തന്നെ VD സതീശന്റെ സർക്കാർ ഇതാ ഇപ്പോൾ തന്നെ തുടക്കം തന്നെ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. ജനങ്ങൾ ഉറ്റുനോക്കുന്നത് പ്രതിപക്ഷത്തിന്റെയും ഭരണപക്ഷത്തിന്റെയും പെർഫോമൻസ് തന്നെയാണ്. ഇവിടെ ഇപ്പോൾ ഈ പോക്ക് കണ്ടിട്ട് തോന്നുന്നത് പ്രതിപക്ഷം ഹീറോ ആകാനും അതുപോലെ തന്നെ ഭരണപക്ഷം സീറോ ആകാനുള്ള സാധ്യതകളൊക്കെയാണ് നിലവിൽ കാണുന്നത്. നമുക്കറിയാം ഭരണപക്ഷത്തെ സംബന്ധിച്ച് ഒരുപാട് പ്രതിസന്ധികളുണ്ട്. കാരണം KC വേണുഗോപാൽ പക്ഷം, RC പക്ഷം, ഇവരെല്ലാവരും സത്യത്തിൽ VD സതീശന് വലിയ പണിയാണ്. അത് നമുക്കറിയാം. ഇപ്പൊ തന്നെ ആ മേനോൻ പരാമർശം വന്നപ്പോൾ തന്നെ, ആ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ അദ്ദേഹം വടശ്ശേരി ദാമോദര മേനോൻ എന്ന് പറഞ്ഞതിന്റെ പേരിൽ ജിൻഡോ, ആലോചിച്ച് നോക്കണം, ജിൻഡോ ഒക്കെ വലിയ രീതിയിൽ തന്നെ ആക്രമിക്കുകയാണ്. സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ ഇവർ വലിയ രീതിയിൽ തന്നെ ആക്രമണങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ്. KC പക്ഷം ഇങ്ങനെ വല്ലാത്ത രീതിയിൽ തന്നെയാണ് VD സതീശനെ നോക്കി നിൽക്കുന്നത്. അതുകൊണ്ട് അവർക്ക് അടിക്കാൻ കിട്ടുന്ന ഒരു അവസരവും അവർ വെറുതെ വിടില്ല. അപ്പോ സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നുന്നു ഈ പാരിയത്തുകാവിൽ നടന്നിട്ടുള്ള സംഭവത്തിന് പിന്നിൽ പോലും ഇവരുടെ ഗ്രൂപ്പ് കളിയാണോ എന്ന് സംശയിക്കുന്നുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, അതായത് സതീശൻ അധികാരത്തിൽ വന്നപ്പോൾ തന്നെ ഇതാ മുത്തങ്ങ മോഡൽ ഒരു സംഭവം ഇവിടെ നടക്കുന്നു. നമ്മുടെ കർണാടകയിലെ യലഹങ്കയിൽ നടന്നതുപോലെ ഒരു ബുൾഡോസർ രാജ്യത ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള സംഭവം നടക്കുന്നു. ഇയാൾ ഈ സീറ്റിരിക്കാൻ ഒട്ടും യോഗ്യനല്ല എന്നുള്ള രീതിയിലുള്ള ശബ്ദങ്ങൾ ഉയർത്തി ആ സീറ്റിൽ നിന്ന് പതിയെ സതീശൻ ഇറക്കാനുള്ള ശ്രമമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഇതൊക്കെ ജനങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടാണ് ഇവർ ഓരോന്നും നേടിയെടുക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നത് എന്നുള്ളതാണ്. കണ്ണിൽ ചോരയില്ലാത്ത ആളുകളാണ് സാറേ എന്ന് ആരൊക്കെയോ പണ്ട് പറഞ്ഞത് ഓർത്തു പോവുകയാണ് നമ്മുടെ മുത്തങ്ങ സമരത്തിന്റെ സമയത്തെ. അപ്പോ എന്തായാലും ഈ സഭയിലെ പെർഫോമൻസ് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. സഭയിൽ പ്രതിപക്ഷത്തിന് ഉയർത്താൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം ഉയർത്തുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ജനങ്ങളുള്ളത്. മാത്രവുമല്ല, ഇനി മുന്നോട്ടുള്ള പോക്ക് ഈ സർക്കാർ എങ്ങനെയായിരിക്കും എന്ന് തന്നെ എല്ലാവരും ഉറ്റുനോക്കുകയാണ്. മുഖ്യമന്ത്രി VD സതീശന്റെ മണ്ഡലത്തിൽ പോലും ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, പാരിയത്തുകാവിൽ എന്താണ് നടന്നത്? അതായത് ജനിച്ച മണ്ണിൽ ജീവിക്കാനുള്ള കൊതി കൊണ്ട് അവകാശങ്ങൾക്ക് വേണ്ടി അവർ സമരം ചെയ്തതാണ്. സമരം ചെയ്യുന്ന ആളുകളെ പോലും അടിച്ചമർത്തുകയാണ്. സമരം ചെയ്യുന്നവർ അടിച്ചമർത്തുന്ന പോലീസാണ്, പിണറായിയുടെ എന്ന് പറഞ്ഞു നടന്ന ടീമുകളാണ്. ഇപ്പതാ പ്രായമായിട്ടുള്ള അമ്മമാരെയും അതുപോലെ തന്നെ ഹൃദ്രോഗികളായിട്ടുള്ള ആളുകളെയൊക്കെ തല്ലിച്ചതക്കുകയാണ്. കുട്ടികളുടെ മുമ്പിൽ വെച്ച് ഇവരെയൊക്കെ തല്ലിച്ചതച്ച ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയാണ്. എത്രത്തോളം നീചമായ പ്രവൃത്തിയാണ് VD സതീശന്റെ സർക്കാർ ചെയ്യുന്നതെന്ന് പറയാതെ വയ്യ. ഇതൊക്കെ എണ്ണി എന്തായാലും സഭയിൽ പിണറായി വിജയൻ ചോദിക്കും. പിണറായി വിജയന്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ സതീശൻ പിഞ്ഞ കളിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ സതീശന്റെ കാര്യം പോക്കാണ് എന്ന് തന്നെയാണ് ജനങ്ങൾ പറയുന്നത്. ഈ പ്രതിപക്ഷത്തായിരുന്ന സമയത്ത് നിരവധി നുണകളൊക്കെ പറയാമായിരുന്നു. പ്രതിപക്ഷത്തായിരുന്ന സമയത്ത് മാധ്യമങ്ങൾക്ക് മുമ്പിൽ നിന്ന് എന്ത് പച്ചക്കളും വെച്ച് കീച്ചാമായിരുന്നു. പക്ഷേ ഇപ്പൊ പ്രതിപക്ഷത്ത് പിണറായി വിജയനാണ്. നിങ്ങൾ ഭരണപക്ഷത്താണ്, മുഖ്യമന്ത്രിയുടെ കസേരയിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നുണയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പപ്പും കൂടെയൊക്കെ പിണറായി വിജയൻ പറച്ചെടുക്കും. പിണറായി വിജയൻ ഒരു സിഗ്നൽ തന്നിട്ടുണ്ടല്ലോ, വേറെ ഒന്നുമല്ല, ഞങ്ങൾ ഈ നാടിന് നന്മയുണ്ടാക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, നാടിന് ഗുണപരമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുകയാണെങ്കിൽ ഞങ്ങൾ അതിനൊക്കെ പിന്തുണയ്ക്കും. പക്ഷേ ജനവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയാൽ, ഞങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികൾ, ജനങ്ങൾക്ക് ഗുണപരമായിട്ടുള്ള പദ്ധതികൾ മുടക്കിയാൽ ഞങ്ങൾ മുണ്ടുമടക്കി കുത്തി ഇറങ്ങും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കേട്ട പേടിയിലാണല്ലോ ഇപ്പോ ഈ പൂച്ച പറ്റി കിടക്കുന്ന ഖജനാവിൽ നിന്ന് 3000 രൂപ പെൻഷൻ കൊടുക്കാമെന്ന പ്രഖ്യാപനം വന്നത്. എന്തായാലും കണ്ടറിയണം സതീശ നിങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.